മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനത ന്യൂസിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആമയഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയതിന്റെ പേരിൽ തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹൽ കോർപ്പറേഷൻ അർപ്പിച്ചു. തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കുന്നുവെന്ന പരാതിയിൽ ജ്വല്ലറിക്കെതിരെ നഗരസഭ കേസെടുത്തിരുന്നു. പോത്തീസ് സ്വർണ്ണമഹലിലെ മാലിന്യം ആമയഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കിക്കളയുന്ന വീഡിയോ നഗരസഭയ്ക്ക് നേരത്തെ ലഭിച്ചിരുന്നു. തുടർന്നാണ് മേയർ ആര്യ രാജേന്ദ്രൻ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ നടപടി എടുത്തത്. പോലീസും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥാപനത്തിലെത്തിയാണ് സ്ഥാപനം പൂട്ടിച്ചത്. മാലിന്യ പ്രശ്നങ്ങളിൽ കടുത്ത നടപടിയാണ് കോർപ്പറേഷൻ സ്വീകരിക്കുന്നത്. ആമയഞ്ചാൻ അപകടത്തെ തുടർന്ന് മാലിന്യം പൊതുസ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുന്നത് നിയമപരമായി തടയുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു. ഇതാണ് നഗരസഭ ഇപ്പോൾ നടപ്പിലാക്കിയത്. ഇതിന്റെ മലയാള ജനത ന്യൂസിന്റെ റിപ്പോർട്ടിലേക്ക് പോകാം. തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന് മുമ്പിലാണ്. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ വർഷത്തെ പ്രഖ്യാപനം ആമയഞ്ചാൻ തോട്ടിൽ വീണ് മരണപ്പെട്ട ഉരുട്ടുകാല സ്വദേശി ജോയിയുടെ മരണത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോലാഹലങ്ങൾ നടക്കുകയും കോർപ്പറേഷനും അതോടൊപ്പം തന്നെ മന്ത്രിമാരും ഇതിലെ ഇടപെട്ട് ഒരുപാട് ചർച്ചകൾ നടത്തുകയും മലിനജലം ഓടയിലേക്ക് ഒഴുക്കിവിടുകയും മാലിന്യം വലിച്ചെറിയുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുകയുണ്ടായി. അത് അക്ഷരാർത്ഥത്തിൽ പാലിക്കുന്ന അവസ്ഥയാണ് ഇന്ന് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹൽ പൂട്ടുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോ ഒരാൾ പോത്തീസിൽ നിന്നും അഥവാ പോത്തീസ് ഈ സ്വർണ്ണമഹലിൽ നിന്നും മലിനജലം കക്കൂസ് മാലിന്യം ഓടയിലേക്ക് അഥവാ ആമയഞ്ചാൻ തോട്ടിലേക്ക് പോകുന്ന ഓടയിലേക്ക് കലർത്തിവിടുന്നു, അല്ലെങ്കിൽ അതിലേക്ക് ഒഴുക്കിവിടുന്നു എന്നുള്ള ഒരു പരാതി വീഡിയോ സഹിതം മേയർക്ക് അയച്ചിരുന്നു. ഇതിന്റെ അന്വേഷണമായി തുടർന്നാണ് മേയർ ഇന്ന് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നുള്ള കണ്ടുപിടുത്തത്തിൽ അത് സത്യമാണ് എന്ന് തെളിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ ഇടപെട്ട് ഇന്ന് സ്വർണ്ണമഹൽ പൂട്ടുകയുണ്ടായി. എന്നാൽ ഇത് വെറുമൊരു മലിനജലമല്ല, സാധാരണ മഴയിലുള്ള വെള്ളം മാത്രമാണ് എന്നാണ് പോത്തീസിന്റെ ആളുകളും അല്ലെങ്കിൽ സ്വർണ്ണമഹലിന്റെ ഉദ്യോഗസ്ഥരും പറയുന്നത്, അധികാരികളും പറയുന്നത്. എന്നാൽ എന്താണെന്നുള്ള അന്വേഷണത്തിനൊടുവിൽ ഇത് നാളെ തുറക്കുമെന്നാണ് ഇപ്പോൾ പോത്തീസിന്റെയും അധികാരികൾ അല്ലെങ്കിൽ ഇതിനുള്ള ആളുകളും അറിയിച്ചിട്ടുള്ളത്. തെറ്റിദ്ധാരണയുടെ പേരിലാണ് കോർപ്പറേഷൻ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം, 1.5 വർഷത്തോളം അല്ലെങ്കിൽ 1 വർഷത്തിൽ കൂടുതലായി തിരുവനന്തപുരം സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്വർണ്ണമഹൽ ഇതിനൊരു ലൈസൻസ് ഇല്ലാതെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് എന്നും, മാത്രമല്ല കെട്ടിടക്കാരം തീർക്കാതെ കെട്ടിട പെർമിറ്റ് ഇല്ലാതെയാണ് ഈ ഒരു സ്വർണ്ണമഹൽ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുമാണ് ഇപ്പോൾ കിട്ടിയ ന്യൂസ്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യമൊക്കെ നമുക്ക് വരുന്ന വേളയിലാണ് ഇത് സത്യത്തിൽ പുറത്തു വരിക. എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞതുപോലെ ശക്തമായ ഒരു നടപടിയാണ് കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ഹോട്ടലുകളിലും അതോടൊപ്പം തന്നെ മറ്റ് ടെക്സ്റ്റൈൽസുകളും എല്ലാം ശക്തമായ നിലയിലുള്ള നിരീക്ഷണങ്ങളും അതോടൊപ്പം തന്നെ അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോത്തീസ് സ്വർണ്ണമഹലിൽ നിന്നും ആരോ ഒരാൾ ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത് മേയർക്ക്. അതിൽ ഈ സ്വർണ്ണമഹലിൽ നിന്നും കക്കൂസ് മാലിന്യം ഈ ആമയഞ്ചാൻ തോടിലേക്ക് പോകുന്ന ഓടയിലേക്ക് ഒഴുക്കി. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മേയർ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത് കണ്ടുപിടിക്കുകയും അത് ഓടയിലേക്ക് വിടുന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് താൽക്കാലികമായി പൂട്ട് വീണത് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് ഈ പോത്തീസിന്റെ ഈ ഒരു സ്വർണ്ണമഹൽ ഇവിടെ പൂട്ടിയിട്ടുണ്ട്. എന്തായാലും നാളെ ഇത് തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് പോത്തീസ് അവകാശപ്പെടുന്നത്. കാരണം ഇത് കക്കൂസ് മാലിന്യമല്ല, മറിച്ച് മഴ ശക്തമായതിന്റെ അടിസ്ഥാനത്തിൽ മഴവെള്ളമാണ് ഓടയിലേക്ക് ഒഴിച്ചുവിടുന്നത്, ഒഴുക്കിവിട്ടത് എന്നാണ് പോത്തീസിന്റെ അല്ലെങ്കിൽ സ്വർണ്ണമഹലിന്റെ വാദം. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് ഇതിലേക്കുള്ളത്. എന്താ ജോയിയുടെ മരണം വേണ്ടി വന്നു ഇതേപോലുള്ള ഒരു അവസ്ഥയിലേക്ക് സർക്കാർ നീങ്ങാൻ വേണ്ടി. എന്തായാലും സർക്കാരിന്റെ ഈ ഒരു തീരുമാനം എന്തുകൊണ്ടും അഭിനന്ദനാർഹമാണ്. കാരണം പലപ്പോഴും ഓടകൾ അത് മാലിന്യം കൊണ്ട് നിറയുന്ന അവസ്ഥ, അത് നിറയ്ക്കുന്നതും ജനങ്ങൾ തന്നെയാണ്. സർക്കാരിനോടൊപ്പം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുന്നത് കൊണ്ട് വലിയ അപകടം. അതുകൊണ്ടാണ് ഈ മാലിന്യത്തിന് വിക്രിയാക്കുന്നതിനിടയ്ക്ക് ജോയിയുടെ മരണം ഒരു അസ്വാഭാവികമായി ഉണ്ടായത് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ കേട്ട ഈ ഒരു വിവരമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. അഥവാ 1 വർഷത്തോളം ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്ന ഈ ഒരു സ്വർണ്ണമഹൽ ഇത് ലൈസൻസ് ഇല്ലാതെയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ള ഒരു നടപടി വന്നപ്പോഴാണ് ഇപ്പോൾ കൂടുതൽ ഇതിലേക്ക് എല്ലാവരും ശ്രദ്ധ കൊടുത്തത്. എന്തായാലും ഇതിന്റെ തുറന്ന നടപടിയും തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഈ ഒരു അന്വേഷണത്തിൽ അല്ലെ ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ട് ശരിയാണോ അല്ലേ എന്നുള്ളത് അറിയാൻ സാധിക്കും. എന്തായാലും ഓടകൾ അത് മാലിന്യജലം ഒഴുകി പോകാനുള്ളതാണ്. അവിടേക്ക് ഈ പറഞ്ഞ പോലെ മലിനജലം ഒഴുക്കി വിട്ടും അതോടൊപ്പം തന്നെ മാലിന്യ കൂമ്പാരം കൊണ്ടിടുകയും ചെയ്യുമ്പോൾ മഴവെള്ളം ഒഴുകി പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നാണ് ഇപ്പോഴും കോർപ്പറേഷന്റെ കണ്ടുപിടുത്തം. എന്ത് തന്നെയാലും ഇപ്പോൾ നല്ല നിലയിൽ കച്ചവടം നടന്നുകൊണ്ടിരുന്ന പോത്തീസിന്റെ ഈ ഒരു സ്വർണ്ണമഹൽ ഇന്ന് പൂട്ട് വീണ്ടിരിക്കുകയാണ്. ഇതിന് ലൈസൻസ് ഇല്ല എന്നാണ് മറ്റൊരു ആരോപണം ഇപ്പോൾ വന്നിട്ടുള്ളത്. മാത്രമല്ല കെട്ടിട പെർമിറ്റും ഇതിനകത്ത് വന്നിട്ടില്ല എന്നാണ് കോർപ്പറേഷൻ കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇതിപ്പോൾ പൂട്ട് വീണിരിക്കുന്നത്. തൽക്കാലം ഇന്ന് പൂട്ട് വീണിരിക്കുകയാണ്. നാളെ മുതൽ ഇത് തുറന്ന് പ്രവർത്തിക്കുമെന്നും ഇതിനെ സ്വർണ്ണമഹലിന്റെ ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അത് കോർപ്പറേഷൻ ആരോ തെറ്റിദ്ധരിച്ചതും
മഴവെള്ളം ഒഴുകി പോകുന്നതിനെ കക്കൂസ് മാലിന്യം എന്ന് വരുത്തി തീർക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും മലയാള ജനതാ ന്യൂസും കാത്തിരിക്കുകയാണ് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്കും അറിയേണ്ടതുണ്ട്. എന്തായാലും മാലിന്യം ഒരിക്കലും ഈ പറഞ്ഞതുപോലെ മഴവെള്ളം ഒഴുകി പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവിടേക്ക് ഒഴുകി വിട്ടത് കാരണത്താലാണ് ജോയിയുടെ മരണമുണ്ടായത്. അതിന് ഇതുപോലെ പോത്തീസും അല്ലെങ്കിൽ സ്വർണ്ണമഹൽ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാരണക്കാരായി എങ്കിൽ അവരും അതിന് വില കൊടുക്കേണ്ടി വരും. എന്താണ് ശക്തമായ നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇന്നത്തെ ഈ ഒരു സംഭവത്തോടു കൂടി നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തീസിന്റെ മുമ്പിലുള്ള സ്വർണ്ണമഹലിലാണ്. എന്തായാലും ഈ ന്യൂസിയുടെ വൈൻഡപ്പിയാണ്. കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. കൂടുതൽ വിവരങ്ങൾ ഉടനെ തന്നെ നാളെ തന്നെ വർക്കിന്റെ ആയതുകൊണ്ട് നാളെ തന്നെ ഉണ്ടാകും, മേയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ. മലയാള ജനത ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും.